ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് പജ്ജറാണ് കേട്ടോ. മിസ്റ്റുബിഷി പജ്ജറാണ്. കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ എ സി വർക്കാവുണ്ട്. എ സി ഗ്യാസ് ഇല്ലാത്ത അത് വേറെ തണുപ്പില്ലാത്ത ബ്ലോവർ വർക്കാവുണ്ട്. പക്ഷേ റിയറിൽ എ സി വർക്കാവില്ല. എ സി വർക്കാവാത്ത വെച്ചാൽ ബ്ലോവറിൻ്റെ മോട്ടർ വർക്കാവില്ല കേട്ടോ. അതാണ് അതിൻ്റെ സ്വിച്ചും റിയർ ബ്ലോവറിൻ്റെ മോട്ടർ സ്വിച്ച് ഒന്ന് ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിൽ അതിൻ്റെ അഡ്ജസ്റ്റിങ് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ മോട്ടർ വർക്കാവില്ല. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് വരുന്നുണ്ടോ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ സ്വിച്ച് ഉണ്ട് കേട്ടോ, അതായത് കൺട്രോളിങ് ഫാൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ച് ഇതാവുന്നുണ്ട് കേട്ടോ. ഇതാണ്ട് ആ സ്വിച്ച്. മറ്റേത് മെയിനോ ഓണോ ഓഫില്ല സ്വിച്ച്. ഇത് കൺട്രോളിങ്. ഇനി ഇതിൻ്റെ ബ്ലോവർ മോട്ടർ വരുന്നത് ബാക്കിലാണ് വരുന്നത്. നമ്മൾ ഇന്നോവേൻ്റെ ഒക്കെ കണ്ടില്ലേ, അതേപോലെ ഒരു സൈഡിലാണ് വന്നിട്ട് കേട്ടോ. അപ്പോൾ ആ ബ്ലോവർ മോട്ടർ വർക്കാവില്ല. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അല്ല എ സി വർക്കാവില്ല പറഞ്ഞ കംപ്ലയിൻറ്റ് അതാണ്. ബ്ലോവർ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാറ്റ് വേണ്ടും. അപ്പോൾ ഇതാണ് ബ്ലോവറിൻ്റെ ലൊക്കേഷൻ വരും കേട്ടോ. ഇതിവിടെ കവർ ഉണ്ടായിരിക്കും, സീറ്റിൻ്റെ അവിടെ കവർ ഉണ്ടായിരിക്കും. ആ കവർ അയക്കുക, സ്ക്രൂവും കാര്യങ്ങളും അതിൻ്റെ റിലേ കേട്ടോ. ഇത് ഒരു ഫ്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു പ്രസ്സും ഇല്ല, മെയിൻ കറണ്ട് വരുന്നില്ല. അപ്പോൾ റിലേക്കിൽ രണ്ട് പ്ലസ് എർത്തും വരുന്നുണ്ട്. അവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കറണ്ട്. ഇതിലേക്ക് ലൈൻ വരുന്നില്ല, അതാണ് കംപ്ലയിൻറ്റ്. ലൈന് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഒരു നീല വയർ അതിൻ്റെ നേരെ ബാക്കിൽ ഒരു പച്ച വയറായിട്ട് അങ്ങോട്ട് പോകണ്ടോ. അപ്പം ഞാൻ അതിൻ്റെ ലൈൻ നോക്കണം. അതിന് ഫ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഇവിടുത്തെ ഫ്യൂസ് ഓക്കെയാണ്. ഇവിടുത്തെ ഫ്യൂസല്ല, അവിടുത്തെ എൻജിൻ റൂമിൻ്റെ അല്ല ഡ്രൈവറെ അവിടെയുള്ള ഫ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അവിടെയൊക്കെ ഓക്കെയാണ്. അപ്പം എൻ്റെ ലൈന് കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ട് പോയിട്ടോ. ഇവിടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊക്കെ എല്ലാം ഓക്കെയാണ്. പിന്നെ ഇവിടുന്ന് ആ പച്ച ലൈന് അത് നമ്മൾ നോക്കിയിട്ടോ. ഇതാണ് ആ മെയിൻ ലൈന്. ഈ ലൈൻ ടെസ്റ്റ് ലാമ്പ് വെച്ച് നോക്കിയ സമയത്ത് ഇവിടെ വെച്ച് നോക്കിയ സമയത്ത് ഇവിടെ കറണ്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഓക്കെയാണ്, കറണ്ട് വരുന്നുണ്ട്. പിന്നെ നേരെ ഇതാ ബാക്കിലേക്ക് നോക്കി, ബാക്കിൽ അതിൻ്റെ ബാക്കി ഭാഗം എടുത്ത് നോക്കിയിട്ടോ. ഇതാണ് ഇപ്പം ബാക്കി ഭാഗം. നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ ടെസ്റ്റ് ലാമ്പ് വെച്ച് നോക്കിയപ്പോൾ കറണ്ട് ഇവിടെ വരുന്നില്ല, പക്ഷെ അവിടെ വരുന്നുണ്ട്, ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മനസ്സിലായി ഇവിടെ എവിടെയും കട്ടായിട്ടുണ്ടാവും. അങ്ങനെ അവിടുത്തെ പാഡും കാര്യങ്ങളൊക്കെ അയച്ച് നോക്കി വയറൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് ഇതാ ഈ പാഡും കാര്യങ്ങളൊക്കെ അയച്ച് ഞാൻ ഈ ഭാഗത്ത് കൂടെയാണ് വയറിങ് പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ നോക്കിയ സമയത്ത് വയർ ഇതാ ഇവിടെ വെച്ച് കട്ടായിട്ടുണ്ട് കേട്ടോ. അത് പഴയ വയറായതുകൊണ്ട് ഉള്ളിൽ കട്ടായിട്ടുണ്ട്, ഇവിടെ കണക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ വേറെ വയർ വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ വയർ ജോയിൻറ്റ് ചെയ്ത് സ്ലീവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ വയർ നമ്മൾ കട്ട് ചെയ്ത് സ്ലീവ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലോവർ അവിടെ വർക്കായിട്ടുണ്ട്. അതാണ് കൺട്രോളിങ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയണം കൂടണമൊക്കെ ഉണ്ട് കേട്ടോ. കംപ്ലയിൻറ്റ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് എസിൻ്റെ ലീക്ക് എവിടെ ഉണ്ട് അത് ചെക്ക് ചെയ്യണം ആദ്യം.